ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അത് നടന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊന്നല്ല, ഒരു 70 വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് അമേരിക്കയിലാണ്. അന്ന് നടന്ന ആ യഥാർത്ഥ സംഭവത്തിന്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കഥയുടെ ചില ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ശ്വാസം മുട്ടും, അത്രയും നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയായിരിക്കും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. 1950 അമേരിക്കയിൽ നടന്നൊരു സംഭവമാണിത്. ഒരു കപ്പൽ രണ്ടായിട്ട് പിളർന്നുപോയി. ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് വെറും 4 പേര് ഒരു ചെറിയ ബോട്ടുമായിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ തിരയടിക്കുന്ന ആ ഒരു കടലിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ശരിക്കും ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരു ആത്മഹത്യ പോലെയായിരുന്നു. എന്നിട്ടും ആ ഒരു ചെറുപ്പക്കാരി പോയി. അവസാനം എന്ത് സംഭവിച്ചു? കൂടുതൽ കാര്യങ്ങൾ കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. വർഷം 1951. അമേരിക്കയിൽ തന്നെ ഒരു തീരപ്രദേശം. അവിടുത്തെ ഒരു ഹോട്ടലിലേക്ക് 2 യുവാക്കൾ വരികയാണ്. ഒരുത്തിന്റെ പേര് ബെർണി, അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയും കൂടെയുണ്ട്. ഈ ബെർണിക്ക് ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അവളുമായിട്ട് ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ബെർണിയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ കൂട്ടുകാരനായിട്ടുള്ള ജോണിയോട് പറയുന്നുണ്ട്, ഡാ ഞാൻ ഇട്ട ഈ ഡ്രസ്സ് അത്ര പോരാല്ലേ, ഇതൊന്ന് മാറ്റിയിട്ട് വന്നാലോ. അങ്ങനെ ഓരോ പരാതിയും പരിഭവം, അതായത് ഉള്ളിലുള്ള ആ ഒരു ടെൻഷനാണ് ബെർണിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ജോണി പറയണ, എടോ നീ ഒന്ന് ഉള്ളിലേക്ക് വന്നേ, ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ നീ ഒരു ഡേറ്റിന് വരുന്നത്. ഇതേ സമയത്തിന് ബെർണി പറയണ, ഇത് അങ്ങനെയല്ലടാ, ഇതെന്തോ സംതിങ് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് അവളെ കാണാൻ പോകുന്നെങ്കിലും ഉള്ളിലൊരു പേടി പോലെ. എന്തായാലും 2 പേരും കൂടെ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവിടെ തന്നെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, നീയാണോ മറിയെന്ന്. അപ്പൊ ആ ഒരു കുട്ടി പറയാണ്, ഞാനെല്ലാം അറിയാം, എന്റെ കൂട്ടുകാരിയാണ് മറിയം. മറിയതാ അവിടെ നിൽക്കുന്നത് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയത്തിന് മറിയം അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ബെർണി പതിയെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങനെ അവളെ നേരിട്ട് നമ്മുടെ ബെർണി ഇപ്പോൾ കാണുകയാണ് കേട്ടോ. ആ ഒറ്റ കാഴ്ചയിൽ തന്നെ അവന്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു അതേ രൂപം തന്നെയായിരുന്നു ഈ മറിയത്തിന്. അവൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബെർണിയെ വല്ലാതെ ഇഷ്ടമാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കൂടെ വന്ന ജോണി വെറുതെ ഇരിക്കുന്നില്ല. ഈ മറിയത്തിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, അവളുമായിട്ട് കമ്പനി അടിച്ച് നടക്കുകയാണ്. ഇതിനിടയിൽ ബെർണി കടലിലൊക്കെ പോയി ചുറ്റിയടിച്ച് വന്നാലും എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു മറിയം പറയാണ്, അത് പിന്നെ എനിക്ക് പേടിയാണ്. എന്തിനാ വെള്ളത്തിന് ഇങ്ങനെ പേടിക്കുന്നത്? അതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് ബെർണി ചോദിക്കുമ്പോൾ, അതല്ല, എനിക്ക് വെള്ളത്തിനെ അല്ല, അതിന്റെ അടിയിലുള്ള ആ ഒരു ഭീകരത ഉണ്ടല്ലോ, എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, ആ ഒരു പേടിയാണ്. അങ്ങനെ ബെർണിയും ജോണിയും കൂടെ ഇവർ 2 പേരെയും കൂട്ടിയിട്ട് ഒരു ബാറിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, എന്തായാലും ഞാൻ നിന്നെ കടലിലേക്ക് കൊണ്ടുപോകും, കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് ബെർണി പറയണം. പക്ഷെ ഇവരുടെ കയ്യിൽ ഒരു ബോട്ടില്ലായിരുന്നു. മാത്രമല്ല ഇതൊരു തീരപ്രദേശമാണ്. ഇവിടെയാണെങ്കിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മുക്കുവന്മാരുണ്ട്. അതിലൊരാളെ ആ ബാറിൽ വെച്ചിട്ട് നമ്മുടെ ബെർണി കാണുകയാണ്. അയാളുടെ പേര് ജോൺ സ്റ്റെല്ലോ എന്നാണ്. ജോൺ സ്റ്റെല്ലോട് ഇതുപോലെ തന്നെ കാര്യങ്ങൾ ചെന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ ഒരു ബെർണിയെ നന്നായിട്ട് അറിയാം. കാരണം അവൻ ഈ ഏരിയയിൽ തന്നെയുള്ള ഒരു കോസ്റ്റൽ ഗാർഡാണ്. അതായത് കടലിൽ പോയിട്ട് കാവൽ നിൽക്കുക, അല്ലെങ്കിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തുക, ആ ഒരു ദൗത്യമൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഈ ഒരു സ്റ്റെല്ലയുമായിട്ട് ബെർണി സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് കുറച്ചധികം കള്ളു പിടിച്ചൊരു മനുഷ്യനെ കാണിക്കുന്നുണ്ട്. നിക്സൺ എന്നാണ് അയാളുടെ പേര്. ഇയാൾ എന്തോ നമ്മുടെ ബെർണിക്കിട്ട് ഒന്ന് ഊക്കിയ പോലെ സംസാരിക്കുകയാണ്. കൊടുക്ക് ഏൽപ്പിച്ച ജോലിയും മര്യാദക്ക് ചെയ്യില്ല, കോസ്റ്റൽ ഗാർഡാണെന്ന പേരും വെച്ച് അങ്ങനെ നടക്കുകയാണ്. ഭയങ്കര വിഷമത്തിൽ ബെർണി ഒരു കാര്യം അങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നിക്സ നീ ഒന്നും മിണ്ടാതിരിക്കുക, അവൻ പരമാവധി ശ്രമിച്ചതല്ലേ, അവനെന്നല്ല അവരുടെ ടീം എല്ലാവരും പരമാവധി അങ്ങോട്ട് പോയി ശ്രമിച്ചതല്ലേ, അവരെ കൊണ്ട് പറ്റിയില്ല, അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അതായത് ഇപ്പൊ നമ്മുടെ ബെർണിയിട്ട് ഊക്കിയില്ല ഒരുത്തൻ, നിക്സൺ, അവന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അതായത് അളിയൻ ഇതുപോലെ കടലിൽ പോയി പെട്ടുപോയി. രക്ഷപ്പെടുത്താനായിട്ട് ഈ ബെർണി അടക്കമുള്ള ഒരു കോസ്റ്റൽ ടീം അങ്ങോട്ടേക്ക് പോയെങ്കിലും ആ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ ആ ഒരു വിഷമം ഈ നിക്സന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ്, പെങ്ങള് വിധവയായല്ലോ, അതിന്റെ ആ ഒരു വേദനയിലാണ് ബെർണി വെറുതെ ഇട്ട് ഇങ്ങനെ ഊക്കുന്നത്. എന്തായാലും ഇപ്പൊ ബെർണി എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത്? ആ ഒരു ജോൺ സ്റ്റെല്ലോട് അയാളുടെ ബോട്ട് ചോദിക്കാനല്ലേ. അയാൾ ബോട്ട് ചോദിച്ചു. അങ്ങനെ ആ ഒരു ബോട്ടിൽ ഇവളെയും കയറ്റി. അതുപോലെ തന്നെ കൂട്ടുകാരനാളെ ജോണിയുണ്ട്, മറിയത്തിന്റെ കൂട്ടുകാരിയുണ്ട്. ഇവർ 4 പേരും ചെറുതായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഭാഗത്തേക്ക് പോയിട്ട് ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരികയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്, മാസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ബെർണി അതുപോലെ തന്നെ മറിയം 2 പേരും കുറെയൊക്കെ അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ ഇപ്പോൾ ബെർണിയുണ്ട്, മറിയുണ്ട്. 2 പേരും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ നിൽക്കുമ്പോൾ ആദ്യമൊന്നും മറിയത്തിന്റെ ആ ഒരു ഡാൻസ് ശരിയാവുന്നില്ല. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ബെർണി അവളെ കൂടെ നിർത്തി. എന്നിട്ട് അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങണം. ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ആ ഒരു ഡാൻസിന്റെ ഇടയിൽ ബെർണിയോട് മറിയം ചോദിക്കുന്നുണ്ട്, നീ എന്നെ വിവാഹം കഴിക്കുമെന്ന്. ഒരിത്തിരി നേരം ആലോചിച്ചതിന് ശേഷം ബെർണി പറയാണ്, അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല എന്ന്. ശരിക്കും ആ ഒരു കാര്യം കേട്ടപ്പോൾ അവളങ്ങ് ഞെട്ടിപ്പോയി. ഇത്രത്തോളം ഇഷ്ടം അവൻ എന്നോട് കാണിക്കുന്നത് എന്നെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണോ? അവന് വേണ്ടത് സെക്സ് മാത്രമാണോ? അതുകൊണ്ടാണോ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു വിഷമുള്ളിലേക്ക് വന്നപ്പോൾ അവളൊന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഫംഗ്ഷന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അവളുടെ പിന്നാലെ തന്നെ ബെർണിയുണ്ട്. അവളോട് പറയുന്നുണ്ട്, നല്ല തണുപ്പാണ്, ഉള്ളിലേക്ക് വാ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടെന്ന്. ഇതേ സമയത്തിന് അവൾ പറയാണ്, ഞാൻ വിചാരിച്ച നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടവും പ്രണയമായിരിക്കും എന്ന്. അങ്ങനെ ഒരു പ്രണയമൊന്നും നിന്റെ ഉള്ളിലില്ലാല്ലേ? ഇതേ സമയത്തിന് ബെർണി പറയാണ്, അങ്ങനെയല്ല, വേറൊരു പ്രശ്നമുണ്ട്. എന്റെ ജോലി എന്താണെന്ന് നിനക്കറിയാലോ, ഞാനൊരു കോസ്റ്റൽ ഗാർഡാണ്, കടലിലാണ് എന്റെ ജോലി. അതുപോലെ വലിയൊരു കാറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെ വരാനിരിക്കുന്നുണ്ട്. ആ കാറ്റില് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ അതിജീവിക്കുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഞാൻ നിനക്ക് പ്രതീക്ഷ തരുന്നത്, നിന്റെ ലൈഫ് കൂടെ സ്പോയില് ചെയ്യുന്നത്? അതുകൊണ്ട് മാത്രമാണ് നിന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞത്. ഇപ്പം മറിയം പറയാണ്, ഓഹോ അതായിരുന്നു കാര്യം, എനിക്കതൊന്നും കുഴപ്പമില്ല, എനിക്ക് നിന്നെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലടാ, എനിക്ക് നിന്നെ കെട്ടണട ചക്ക. ഇതിങ്ങനെ നമ്മുടെ മറിയം പറഞ്ഞപ്പോൾ ബെർണി
ബെർണിക്കും ആ കോൺഫിഡൻസ് ആയി. എന്തായാലും വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇവരുടെ ഈ ഒരു ജോലിയിൽ ഇങ്ങനെ വിവാഹമോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെങ്കിൽ ഇവരുടെ ടീം ഹെഡിനോട് ഈ ഒരു കാര്യം പറയണം. അയാളുടെ പേര് ഡാനിയൽ ക്ലഫ് എന്നാണ്. അപ്പോൾ ലീഡറോട് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, അതുപോലെ തന്നെ അടുത്ത ഡേറ്റ് എന്നാന്ന് ചോദിക്കുമ്പോൾ ഏപ്രിൽ 16 എന്ന് മറിയം പറയാണ്. ആ ഒരു ഡേറ്റിൽ ഞാൻ ഓക്കെ ആയിരിക്കും. അടുത്ത സീനിൽ വളരെയധികം ശുഭിതമായി കിടക്കുന്ന രോക്ഷാകുലമായിട്ട് ഇളകി മറിയുന്ന കടലാണ് കാണിക്കുന്നത്. ആ കടലിലൂടെ ഒരു കപ്പൽ അങ്ങനെ പോകുന്നുണ്ട്. ഈ കപ്പലാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ സംഭവം ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ചില ആൾക്കാരൊക്കെ വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവർ പരമാവധി പിടിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ഈ തിരയുടെ ഫോഴ്സ് കൊണ്ട് ആ വെള്ളം വന്ന് അടിക്കുമ്പോൾ ഓരോരുത്തരും തെറിച്ച് വീഴാണ്. അതുപോലെ ശക്തമായ കാറ്റുമുണ്ട്, മഴയുണ്ട്, ഇടിമിന്നലുണ്ട്, എല്ലാം കൊണ്ട് രൂക്ഷമായ ഒരു സിറ്റുവേഷൻ. പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ ഈ ഒരു സമയത്ത് നീന്തി പോന്നൊക്കെ വിചാരിച്ചാൽ അതിനേക്കാൾ വലിയൊരു മണ്ടത്തരം വേറൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴെങ്ങാനും ആ ഒരു വെള്ളത്തിലേക്ക് വീണാൽ എവിടെ ചെന്ന് നിൽക്കുന്നു പറയാൻ പറ്റില്ല. അമ്മാതിരി തിരയാണ്, അടിച്ചങ്ങോട്ട് കൊണ്ടുപോകും കടലിന്റെ നടുക്കടലിന്റെ ഉള്ളിലൊക്കെ. എന്തായാലും ഈ തിരയിൽപ്പെട്ട് ഒരാളെ ഉള്ളിലേക്ക് അടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ഇയാളൊന്നും നോക്കിയില്ല, ഉള്ളിൽ കയറിയ പാട് തന്നെ ആ ഒരു വാതിൽ ക്ലോസ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ താൽക്കാലികമായിട്ട് ഈ കപ്പലിന്റെ ചുമതലയുള്ള ഒരാളുണ്ട്. ഇവന്റെ പേര് സൈബോട്ട് എന്നാണ്. ഇയാളൊരു ഫോൺ വഴി അല്ലെങ്കിൽ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴി ഇവരുടെ ക്യാപ്റ്റനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, അതും നല്ല രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സൈബോട്ട് പറയുന്നുണ്ട്, സാറേ നമ്മുടെ ഈ ഒരു കപ്പൽ അധികം നേരം പിടിച്ചു നിൽക്കും തോന്നുന്നില്ല, കാരണം അതിന്റെ ആ ഒരു വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല, അത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല, എനിക്കതിൽ വിശ്വാസമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ സാറേ എന്നൊക്കെ പറയുമ്പോൾ ഈ ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് അത്ര നല്ല മറുപടി ഒന്നും അല്ല കിട്ടുന്നത്. ഇപ്പോൾ ഈ സൈബോട്ടിന്റെ മുഖവും കാര്യങ്ങളൊക്കെ മാറുകയാണ്. ക്യാപ്റ്റൻ അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കില്ല ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ സൈബോട്ട് കൂടെ ഉണ്ടായിരുന്ന ഫ്രാങ്കിനോട് പറയണത്, നീ മുകളിലേക്ക് പോയിട്ട് ആ വെൽഡ് ചെയ്തില്ലേ അതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിടുക. അങ്ങനെ മുകളിലേക്ക് ഈ ഒരു ഫ്രാങ്ക് അത് നോക്കാൻ പോകുമ്പോൾ കിച്ചണിൽ നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. ഇയാളാണെങ്കിൽ ഇതൊരു പൊട്ടക്കപ്പലാണ്, നാരിയ കപ്പലാണ്, ഇത് പൊട്ടാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു തമാശക്ക് ഇങ്ങനെ പാട്ടും പാടുന്നുണ്ട്. ഇയാളുടെ സഹായം ഉണ്ട് കൂടെ. അപ്പൊ ഇത് നമ്മുടെ ഫ്രാങ്ക് കേട്ടു. ഫ്രാങ്ക് പറയാണ്, എടാ നിന്റെ ആ ഒരു പെരട്ട വായ തുറക്കാതിരിക്കുന്നു, പൂട്ടി വെക്ക്, അല്ലെങ്കിലേ മനുഷ്യനെ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. ഇതും പറഞ്ഞ് ഫ്രാങ്ക് മേലോട്ട് പോയപ്പോ പാചകക്കാരൻ അയാളുടെ പാട്ടൊന്നും നിർത്തുന്നില്ല. അയാൾ വീണ്ടും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മുകളിലേക്ക് പോയ ഫ്രാങ്ക് അവിടുത്തെ ആ ഒരു കാര്യങ്ങൾ, വെൽഡിങ്, അതിന്റെ ആ ഒരു ബലം ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കടൽ വീണ്ടും കൂടുതലായിട്ട് ക്ഷോഭിക്കാൻ തുടങ്ങുകയാണ്. ശക്തമായ തിരകൾ വീണ്ടും ഉണ്ടാവുകയാണ്. ഇതിൽപ്പെട്ട് ഈ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നുണ്ട്. എന്തായാലും കടലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവർക്കറിയാം ആ കപ്പലിന്റെ സിറ്റുവേഷൻ ഏതൊരു അവസ്ഥയിലാണ്, ഇവർ പെട്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന്. ഇതേ സമയത്തിന് മുകളിലേക്ക് ആ ഒരു വെൽഡിങ്, അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ പോയ ഫ്രാങ്ക് ഉണ്ട് ഓടിപ്പിടിച്ച് ഓടി വരുന്നത്. എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട്. അതായത് ആ ഒരു വെൽഡിങ് ചെയ്ത് വെച്ചില്ലേ, അതൊന്നും അത്ര ബലം പോരാ, അതൊക്കെ പൊട്ടാൻ പോവാണ്. ഈ ഒരു കാര്യം പറഞ്ഞ വാർഡ് തന്നെ സൈബോട്ട് വേഗം ക്യാപ്റ്റനെ വീണ്ടും വിളിക്കുകയാണ്. എന്നാൽ കോള് കണക്ട് ആവുന്നൊന്നുമില്ല. അതേ സമയത്ത് തന്നെ കപ്പലിന്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വിണ്ട് വരികയാണ്. പിന്നീട് അതിലൂടെ അതിശക്തമായിട്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് തള്ളി കയറാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആൾക്കാർ മുകളിലേക്ക് ഓടുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, ഇനി താഴെ നിൽക്കണ്ട, മുകളിലേക്ക് കയറിക്കോന്ന്. ഇപ്പൊ മുകളിലേക്ക് കയറിപ്പോയി ആ ഒരു ഫ്രാങ്ക് ഉണ്ടല്ലോ, ഇയാൾ ഉറക്കനെ പറയുന്നുണ്ട്, അതായത് എഞ്ചിൻ റൂമിലേക്ക് ആകെ വെള്ളം കയറിയിരിക്കുകയാണ്, അത് തകർന്നു പോയിട്ടുണ്ട്, എല്ലാവരും എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു എന്ന്. ഇതേ സമയത്ത് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള സൈബർട്ട് ഇവരുടെ ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഇയാളെ പരമാവധി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോള് കണക്ട് ആവുന്നില്ല, സിഗ്നലൊന്നും മര്യാദക്ക് പാസ്സാവുന്നേ ഇല്ല. ഇപ്പൊ സൈബർട്ട് ഒരു കാര്യം ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഒരു കപ്പൽ തീരത്തോട് അടുപ്പിക്കാൻ നോക്കണം, അല്ലെങ്കിൽ അധികം വൈകാതെ ഇത് തകർന്നു പോകുന്നത്. സോ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നുണ്ട്. എന്തായാലും ഇത് തീരത്തേക്ക് കൊണ്ടുപോയേ മതിയാവുള്ളൂ. പക്ഷെ ഏത് ദിശയിലേക്ക് പോകും, ദിശയൊന്നും ഇവർക്കിപ്പോ മനസ്സിലാവുന്നില്ല. അത്രയും ശക്തമായ തിരയായിരുന്നു. ഇതിനിടയിൽ ഒരാൾ വാതിൽ തുറന്ന് ഏറ്റവും ടോപ്പിലെത്തിയിട്ട് മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇവർ യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു വലിയ എണ്ണക്കപ്പൽ ഇത് രണ്ടായിട്ട് പിളർന്നിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗം വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തിലാണ്, വെള്ളത്തിന്റെ മുകളിലുള്ള ഭാഗത്താണ് ഇവരൊക്കെ ഇപ്പോൾ ഉള്ളത്. വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ബെർണിയെ കാണിക്കുകയാണ്. അവൻ തീരത്താണ്, കടലേക്ക് നോക്കി എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ തന്നെ അവന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എന്തോ ഈ ദിശയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പൽ ഉപയോഗിക്കേണ്ട എന്തോ ഒരു മിഷൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ബെർണി ഇപ്പൊ അവിടെ തന്നെ ഇരിക്കുകയാണ്. മാത്രമല്ല റേഡിയോയിലൂടെ ഒരു വാർത്ത ഇവർ കേൾക്കുന്നുണ്ട്. ഈ കപ്പലിനെ കുറിച്ച് തന്നെ, അതായത് എണ്ണ എടുക്കാൻ പോയ ആ ഒരു കപ്പൽ ഡാമേജ് ആയിട്ട് കടലിൽ കുടുങ്ങി കിടക്കുകയാണ്. മാത്രമല്ല ആ ഒരു കപ്പലിന്റെ ചുറ്റുമായിട്ട് 30 അടി ഉയരത്തിലാണ് തിരമാല ഉണ്ടാവുന്നത്. സോ അവർക്ക് അതിന്റെ ഉള്ളിൽ നിന്നും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബെർണി നേരെ ഇവരുടെ ആ ഒരു ടീം ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ ബെർണി പോകാൻ നിൽക്കുമ്പോൾ മറ്റേ ആ ഒരു മിഷൻ നന്നാക്കുന്ന പയ്യൻ വിളിച്ചിട്ട് പറയാണ്, ഡോ അവള് വിളിച്ചിരുന്നു കേട്ടോ മറിയം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് ബെർണി നേരെ ഈ ഒരു ഡാനിയൽ ക്ലഫിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്, അതായത് ഓഫീസ് റൂമിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് ബെർണി ഈ ക്ലഫിനോട് സംസാരിക്കാൻ ചെല്ലുന്നത്. എന്നാൽ ക്ലഫ് ഇപ്പോൾ ബെർണിയെ കണ്ട ഉടനെ തന്നെ പറയുന്നത് അവനോട് എത്രയും പെട്ടെന്ന് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനാണ്. വന്ന കാര്യം പറയാതെ ബെർണി ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീം റെഡിയാക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പുറത്ത് നിന്ന് മറ്റേ ആൾ ആ ഒരു മിഷൻ നന്നാക്കിയല്ലോ, അങ്ങോട്ടേക്ക് ഈ ഒരു ടീം ലീഡർ ഡാനിയൽ ക്ലഫിന് വിളിക്കുന്നുണ്ട്. അപ്പൊ ബെർണി കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലെ എന്റെ വിവാഹം വരാൻ പോവാണ്, അതിനുള്ള ആ ഒരു പെർമിഷൻ തരികയാണെങ്കിൽ കേട്ട വാർഡ് തന്നെ ഡാനിയൽ ക്ലഫ് പറയണം, എന്തായാലും ഈ ഒരു സമയത്ത് പറ്റേയില്ല,
ഇല്ല, ഒരുപാട് ജോലിയുണ്ട് എന്ന്. ഇപ്പൊ ആ ഒരു മിഷീൻ നന്നാക്കുന്ന ആള് അത് നന്നാക്കി കഴിഞ്ഞല്ലോ. എന്തായാലും പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ആരും കാണുന്നില്ല. ടെക്നീഷ്യന്മാരൊക്കെ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാള് റിച്ചാർഡ്, ഇവൻ പറയാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിന്ന്. എന്നാൽ പിന്നെ റിച്ചാർഡ് അതുപോലെ തന്നെ ബെർണി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജോലി ചെയ്യും, അതായത് ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് തന്നെ തീരത്തോട് നിങ്ങൾ അടുപ്പിക്കണം. ഇത് കേട്ടിട്ട് നമ്മുടെ ബെർണി അവിടുന്ന് പോകുന്നില്ല. അതായത് അവൻ ആ ഒരു കല്യാണത്തിനെ കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ ചോദിച്ചേ മതിയാവുമല്ലോ കേട്ടോ, എങ്ങനെയെങ്കിലും പെർമിഷൻ എടുക്കണം. എന്നാൽ ഇപ്പൊ ഡാനിയൽ ക്ലിഫ് ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ പറയണം, ഹേയ് അതൊന്നും പറ്റില്ല, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, ആദ്യം ജോലിയൊക്കെ കഴിയട്ടെ എന്നിട്ട് മതി. മാത്രമല്ല ഈ ഒരു റിച്ചാർഡ് ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ഇവന്റെ കൂടെ പോകണോ, അതായത് ബെർണിയോടെ പോകാനായിട്ട് അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവനിങ്ങനെ ചോദിച്ച സമയത്ത് ഈ ഒരു ഡാനിയൽ ക്ലിഫിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞ പണി നീയും ചെയ്താൽ മതി. ഇയാൾ ഭയങ്കര ടഫാണ് കേട്ടോ ഈ ഡാനിയൽ ക്ലിഫ് എന്ന് പറയുന്ന ആള്. അടുത്ത സീനിൽ വീണ്ടും ആ ഒരു തകരാൻ പോകുന്ന, ഓൾറെഡി തകർന്നു പോയിട്ടുണ്ട് ആ കപ്പലിനെ കാണിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിലാണ്, കാരണം കപ്പലിന്റെ പകുതി ഭാഗം ഇപ്പൊ നിലവിലില്ല. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, പതിയെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. വെള്ളം എന്താ പറയാ ഒരു സൈഡിലൂടെ മുഴുവനായിട്ടും കൂടി കയറാൻ പറ്റുമല്ലോ. ഇപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട് കാർസിയ. ഇയാൾ പറയാണ്, ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിന്നിട്ട് എന്താ കാര്യം, നമുക്ക് ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടൂടെ, വെറുതെ പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇങ്ങനെ കാർസിയ ലൈഫ് ബോട്ടുമായിട്ട് പോവാ എന്നുള്ള ഐഡിയ എല്ലാവരോടും പറയുമ്പോൾ ഇത് കേട്ട ഒരു ഫ്രാങ്ക് ഉണ്ടല്ലോ, ഇപ്പൊ ഇവരുടെ ആ ഒരു ടീം ലീഡർ ആയിട്ടുള്ള സൈബോട്ടിന്റെ അടുത്ത് ഈ കാര്യം ചെന്ന് പറയാണ്, ഡാ അവൻ ആ ഒരു ലൈഫ് ബോട്ട് വെച്ച് പോവാന്നാ പറയുന്നത്, അതിന്റെ ആ ഒരു അപകടം എത്രത്തോളാണെന്ന് സൈബോട്ടെ നിനക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് വന്നിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ ഇപ്പൊ സൈബോട്ട് പറയാണ്, ഞാൻ അവരോട് ഒന്ന് സംസാരിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ പറഞ്ഞ അവരാരോട്ട് കേൾക്കാനും പോകുന്നില്ല. അതായത് ഈ സൈബോട്ട് ഒരു ലീഡറോ ക്യാപ്റ്റനോ അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ ചിലർക്കൊന്നും അവന് തീരെ പറ്റില്ല. അതുകൊണ്ടാണ് നേരിട്ട് അവരോട് ചെന്ന് സംസാരിക്കാനായിട്ട് സൈബോട്ടിന് ധൈര്യം ഇല്ലാത്തത്. എന്തായാലും ഫ്രാങ്ക് അവന് ധൈര്യം കൊടുക്കുകയാണ്, നീ വാ നമുക്ക് എന്തായാലും പോയി സംസാരിക്കാം, അവർ ചെയ്യാൻ പോകുന്നത് വലിയ മണ്ടത്തരാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇതുപോലെ തന്നെ കാർസി ആണെങ്കിൽ അവനും അവന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈഫ് ബോട്ടുമായിട്ട് നമ്മൾ പോകണം, കാരണം നമ്മൾ ഇവിടെ പെട്ടെടുക്കുന്നത് പുറത്താരെങ്കിലും അറിഞ്ഞോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അവരോട് സംസാരിക്കാനായിട്ട് നമുക്ക് റേഡിയോ ഇല്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ റേഡിയോ ഒന്ന് കേടായി കിടക്കുന്നുണ്ട്, അത് നന്നാക്കാനായിട്ട് ഇവർ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ കുറെ നേരമായി അത് നന്നാവുമെന്ന് തോന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ലൈഫ് ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പറ്റുന്നവർക്ക് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം അറിവുള്ള ആൾക്കാർ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ഡാ നീ വെള്ളത്തിലേക്ക് ആ ഒരു ചെറിയ ബോട്ടെങ്ങാൻ ഇറക്കിയാൽ ഒരു 10-30 സെക്കൻഡ് അതിന്റെ ഉള്ളിൽ അത് പൊട്ടിച്ചെതറി പോകും. എന്നാൽ ഇതൊന്നും ഈ ഒരു കാർസിയെ കേൾക്കുന്നില്ല, അവന് ലൈഫ് ബോട്ടുമായിട്ട് ഇറങ്ങിയാൽ മതിയാവുള്ളൂ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഫ്രാങ്ക് വരികയാണ്, കൂടെ തന്നെ സൈബോട്ടുണ്ട്. ഇപ്പൊ ഫ്രാങ്ക് വന്നിട്ട് പറയുന്നത്, സൈബോട്ട് പറയുന്നത് നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന വലിയ മണ്ടത്തിനാണെന്നാ, അതായത് ആ ഒരു ലൈഫ് ബോട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും, അതിന് ആ ഒരു ബലമില്ല, അത്രയും ശക്തമായ തിരയാണ്. ഇത് കേട്ടപ്പോൾ കാർസിയൊക്കെ ഇതങ്ങോട്ട് വലിയ ഇഷ്ടമാവുന്നില്ല. പിന്നെ ഓൻ പറയുന്നത് ഇപ്പൊ നമ്മൾ കേൾക്കണം. എന്നാൽ ഈ സമയത്ത് വെറുതെ പേടിച്ചിരിക്കാതെ സൈബോട്ട് ഒരു കാര്യം പറയാണ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കറണ്ടൊക്കെ പതിയെ അവിടെ ഇവിടെയായിട്ട് കട്ടായി വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പമ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ അധികം നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാക്സിമം പോയ ഒരു 4-4.5 മണിക്കൂർ അതിന്റെ ഉള്ളിൽ കപ്പൽ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലേക്ക് പോകും. പിന്നെ ലൈഫ് ബോട്ട് കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നത് ഒരിക്കലും ഒരു സാധ്യമായിട്ടുള്ള ഒരു മാർഗ്ഗമല്ല അത്. ഇപ്പൊ ദേഷ്യം വന്ന കാർസി ചോദിക്കുകയാണ്, പിന്നെ നിന്റെ കയ്യിൽ എന്ത് ഐഡിയ ഉള്ളത്? ഈ സമയത്ത് സൈബോട്ട് പറയാണ്, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഏരിയ അങ്ങനെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തൽക്കാലം നമ്മൾ അവിടെ പോയി നിൽക്കുക, വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കരയിലേക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കുക, ലൈക്ക് ഒരു വിസിൽ അടിക്കുന്നത് പോലെ. എന്നാൽ ഈ ഐഡിയ ഒന്നും നമ്മുടെ കാർസിയൊക്കെ തീരെ ഇഷ്ടാവുന്നില്ല. ഓഹോ, അപ്പൊ നിനക്ക് ഈ ഒരു കപ്പലിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, നിനക്ക് ഇപ്പോഴും വേണ്ടത് ഈ ഒരു കപ്പലാണല്ലേ, ഇവിടെ കിടന്ന് നീ ചത്തോ, കൂട്ടത്തിൽ എന്നെയും കിട്ടില്ല, എന്റെ കൂടെ നിൽക്കുന്നവരെയും കിട്ടില്ല. ഈ സമയത്താണ് കംപ്ലൈന്റ് ആയി കിടക്കുന്ന ആ ഒരു റേഡിയോ നന്നാവുന്നത് കേട്ടോ. അപ്പൊ അതിലൂടെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. ഇനി ഇവർക്ക് എന്തെങ്കിലും സന്ദേശം അയക്കാണ്ടെങ്കിൽ അത് അയക്കുകയും ചെയ്യാം. എന്തായാലും ഈ സമയത്ത് റേഡിയോയിലൂടെ ഇവർ മറ്റൊരു മെസ്സേജ് കേൾക്കുകയാണ്, അതായത് ഇവരെ പോലെ തന്നെയുള്ള മറ്റൊരു കപ്പലുണ്ട്, അത് തകർന്നു പോയിട്ടുണ്ടെന്ന്. ഇതുകൂടെ കേട്ട സമയത്ത് ഇവർക്ക് ആകെ പേടി വരികയാണ്. അടുത്ത സീനിൽ ഓഫീസിലിരിക്കുന്ന നമ്മുടെ ബെർണിയെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയും തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവൻ എന്തോ ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡാണ്. എന്താ പറ്റിയെന്നൊക്കെ ബെർണി ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തായി കല്യാണത്തിന്റെ കാര്യം ഡാനിയൽ ക്ലിഫിന്റെ അടുത്ത് പറഞ്ഞോ, അതായത് ഇവരുടെ ലീഡറോട്. ഇപ്പോൾ ബെർണി പറയാണ്, അതൊന്നും പറ്റിയില്ലടാ, അത് കൊളായി കെടുക്കുകയാണ്. ഇതേ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു റിച്ചാർഡ് അവനങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരുമാതിരി രൂക്കിയ ചിരിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറിയം, അവൾ വർക്ക് ചെയ്യുന്നത് ഒരു കോൾ സെന്ററിലാണ്. അവിടെ വെച്ച് നമ്മുടെ ബെർണിയെ വിളിക്കുകയാണ്. ബെർണിയും ഫോൺ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ മറിയം ചോദിക്കുന്നുണ്ട്, എന്തായി നീ കാര്യങ്ങളൊക്കെ ലീഡറോട് പറഞ്ഞോ, എന്താണ് ക്യാപ്റ്റൻ പറഞ്ഞത്? മറിയം, നമ്മൾ പറഞ്ഞ ആ ഒരു തീയതിയിൽ നടക്കൊന്നും തോന്നില്ല, കാരണം ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ ബെർണിക്ക് അത് മുഴുവനാക്കാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ ക്യാപ്റ്റൻ എല്ലാവരും വിളിക്കുകയാണ്, അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡാനിയൽ ക്ലിഫ് എല്ലാവരോടും കൂടി ഒന്ന് ചർച്ച ചെയ്യാണ്. അതായത് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുള്ള ആ ഒരു സ്ഥലം നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ബോട്ട് അതെടുക്കാന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട്, സാറേ ഈ പറഞ്ഞ ബോട്ടുമായിട്ട് ഒരു 100 മീറ്റർ വരെ പോകാൻ പറ്റുമെന്ന് ഡൗട്ടാണ്, കാരണം അത്രയും ശക്തമായ തിരമാലയാണ് ഉള്ളത്. സോ അവരൊരു മോഡൽ നമ്പർ പറയുന്നുണ്ട്, ആ ഒരു ബോട്ട് വെച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ അകലേക്ക് നമുക്ക് പോകാൻ കഴിയും, എന്നാലും അതിനൊരു പരിധിയുണ്ട് സാറേ, ഇതൊരു ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള മിഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡാനിയൽ ക്ലിഫ് പറയണം, എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ബോട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ബെർണിയെ ഒരാൾ ബാറിൽ ടൂക്കി എന്ന് പറഞ്ഞില്ലേ, നിക്സൺ, ഇയാളുടെ അനിയത്തിയുടെ ഭർത്താവാണ്, അതായത് അളിയനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു തിരയിൽപ്പെട്ട് മരിച്ചുപോയത്. അന്ന് നമ്മുടെ ബെർണിക്കും അവന്റെ സംഘത്തിനും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല.
ആ ഒരു വിഷമത്തിലാണ് നിക്സൺ അന്ന് ബാറിൽ ഇരുന്നുകൊണ്ട് ബെർണിയെ തൂക്കിയത് കേട്ടോ. എന്തായാലും ഈ ഒരു നിക്സൺ തീരത്ത് നിൽക്കുകയാണ്. കടലിന്റെ കാര്യം പിന്നെ പറയണ്ട, അമ്മാതിരി കുത്തി മറച്ചിലാണ് വെള്ളമൊക്കെ, അങ്ങ് കിടന്ന് അലയടിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഇയാളൊരു ശബ്ദം കേട്ടു, ഒരു എന്താ പറയുക, ഒരു വിസലിന്റെ ശബ്ദമാണ്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നിക്സൺ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ തിരകൾക്കിടയിലായിട്ട് ആടി ഉലയുന്ന ഒരു കപ്പൽ കാണുകയാണ്. പക്ഷെ അത് പൂർണ്ണമല്ലാന്ന് നിക്സന് മനസ്സിലായി. ഇയാൾ വേഗം തന്നെ ഇവിടെ ഓടുകയാണ്. അടുത്ത സീനിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബെർണി, അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ട് ജോണി, റിച്ചാർഡ്, ഇവർ 3 പേര് കാണിക്കുന്നത്. ഈ റിച്ചാർഡിനാണെങ്കിൽ ബെർണിയുടെ കൂടെ പോകുന്നത് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. അവരുടെ ഇടയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഈഗോ പ്രശ്നമായിരിക്കും. എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് തകർന്നു പോകാനിരിക്കുന്ന ഒരു കപ്പലാണ്. കപ്പൽ ഒരു കൺട്രോൾ ഇല്ലാതെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഒരു പരിധി വരെ വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സൈബോട്ട് അവന്റെ കൂടെയുള്ള ആൾക്കാർ പരമാവധി ഈ ഒരു വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തും ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഓരോ മണ്ടത്തരങ്ങൾ കാട്ടാനായിട്ട് ഓരോരുത്തരുണ്ടാവുമല്ലോ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഫ്രാങ്ക് വന്നിട്ട് പറയാണ്, സൈബോട്ടെ നീ വേഗം വാ, ഒരു കാർസിയ ബോട്ട് എടുത്തിട്ട് പോകാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മഴ നമ്മുടെ സൈബോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഈ കാർസിയ ബോട്ട് ഇറക്കാൻ നോക്കുന്നില്ല, ആ ഒരു ഭാഗത്തേക്ക് ഓടിച്ചെന്ന് അവൻ ഇറക്കാൻ നിൽക്കുന്ന ആ ഒരു ബോട്ടിന്റെ കയർ ഒരൊറ്റ വെട്ടാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ആ ഒരു തിരയിൽപ്പെട്ടിട്ട് ഈ പറഞ്ഞതുപോലെ 30 സെക്കൻഡ് ഒന്നും നിന്നില്ല, ഒരു 2-3 സെക്കൻഡ് വീണതും തിര കാരണം ഇതങ്ങോട്ട് പൊട്ടിച്ചെതറി പോവാണ്. കണ്ടോ എത്ര വലിയ മണ്ടത്തരാണ് ആ കാർസിയ ചെയ്യാൻ പോയതെന്ന്. എന്ന് ഇവൻ ഇതൊന്നും നോക്കാതെ സൈബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ബാക്കിയുള്ള എല്ലാവരും പിടിച്ചു മാറ്റി. എടാ മണ്ട, നീ കണ്ടതല്ലേ ആ ഒരു ബോട്ട് താഴെ വീണ് പൊട്ടിയത്, നിന്റെ ജീവൻ രക്ഷിച്ചത് അവനാണ്, വെറുതെ അടിപിടി ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ സൈബോട്ട് പറയാണ്, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കപ്പലിന് എത്തിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാള് വിസിൽ അടിച്ചുകൊണ്ടേയിരിക്കണം. ആർക്കെങ്കിലും കരയുള്ള ആർക്കെങ്കിലും ഈ ഒരു സന്ദേശം കിട്ടണം. പിന്നെ കപ്പലിനെ നിയന്ത്രിക്കാനായിട്ട് റെസ്റ്റ് ഇല്ലാതെ കുറച്ച് ആൾക്കാർ നിൽക്കുകയും വേണം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുത്തിക്കഴപ്പ് കാർത്തികയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല. അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ നീ പറയുന്നത് കേൾക്കാൻ ഒന്ന് പോകടാ അവിടുന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല, സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബെർണി, ജോണി, അതുപോലെ തന്നെ റിച്ചാർഡ് ഇവരിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നില്ല ആ ഒരു ബോട്ട് നോക്കാനായിട്ട്. അങ്ങോട്ടേക്ക് ആര് വരികയാണ്? നിക്സൺ വരികയാണ്. നിക്സൺ വന്നിട്ട് നിക്സൺ തീരത്ത് കണ്ട ആ ഒരു കാര്യം ബെർണിയോട് പറയുന്നുണ്ട്. ഇതുപോലെ തിരയിൽ ആടി ഉലയുന്ന ഒരു കപ്പൽ കണ്ടു, പക്ഷെ അത് പൂർണ്ണമല്ല, കപ്പലിന് വല്ലാത്ത ഡാമേജ് വന്നു എന്ന് ഇവർക്ക് മനസ്സിലായി. എന്തായാലും ഈ ഒരു കാര്യം അവരുടെ ക്യാപ്റ്റനോട് പറയാൻ വേണ്ടിയിട്ട് ബെർണി വേഗം തന്നെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്, അതായത് ഡാനിയൽ ക്ലഫിനോട്. അങ്ങനെ ഈ ഡാനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പറ്റുവാണെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകണം, ഒരു ടീമിനെ തയ്യാറാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആരും ഇതിന് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് മുക്കുവന്മാരുണ്ടാവില്ല, അതായത് നേരത്തെ ബാറിൽ വെച്ച് കണ്ട ഒരു കുറച്ച് പ്രായമുള്ള ആൾ ജോൺ സ്റ്റെല്ലോ, അയാൾ പറയുന്നുണ്ട്, സാർ ഈ ഒരു സമയത്ത് നിങ്ങൾ ആരും പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന ധൈര്യമായിട്ട് തന്നെ ഒരാൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ബെർണി തന്നെ. അവൻ പറയാണ് ഞാൻ പോയിക്കോളാന്ന്. എന്നെ സ്റ്റെല്ലോ പറയണ, മോനെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്, കാരണം ഒരു 100 മീറ്റർ നിങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട, കാരണം തിരമാല അത്രക്കും ശക്തിയുള്ളതാണ്. നമ്മൾ ഈ തീരത്ത് കാണുന്ന തിരയൊന്നുമല്ല കടലിന്റെ ഉള്ളിൽ ഉണ്ടാവുക, അമ്മാതിരി തിരയാണ്, ഒരു തെങ്ങിന്റെ ഹൈറ്റിൽ വരെ ചിലപ്പോൾ പൊന്തിന്ന് വരും. എന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവൻ തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ അത്രയൊരു എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്ന പോലെയുള്ള ഒരു മെഷീനാണെന്ന് പറഞ്ഞിട്ടും ബാർണി അതിന് സമ്മതിക്കുകയാണ്. കൂടെ ആരെങ്കിലും വരുമെന്ന് ചോദിച്ചപ്പോൾ അവനോട് ദേഷ്യം ഉണ്ടായിരുന്ന ഒരു റിച്ചാർഡ് ഉണ്ടല്ലോ, അവൻ പറയണേ ഞാനും വരാന്ന്. മൂന്നാമതായിട്ട് ബെർണിയുടെ കൂട്ടുകാരനുണ്ടല്ലോ ജോണി, അവനും വരാന്ന് പറയുമ്പോൾ ഇപ്പൊ ബെർണി അവനോട് വേണ്ടാന്ന് പറയണം. ഓൾറെഡി അവന് അസുഖമാണ്. അപ്പൊ ഈ ജോണി പറയുന്നുണ്ട്, എഞ്ചിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നീഷ്യൻ വേണ്ട, ഞാനല്ലാതെ വേറെ ആരും ഉള്ളത്. ഇതേ സമയത്ത് തന്നെ അവിടെ നേരത്തെ റേഡിയോ നന്നാക്കിക്കൊണ്ടിരുന്ന ഒരു പയ്യനുണ്ടല്ലോ ആന്റി, അവന് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവൻ പറയാണ് ഞാൻ റെഡിയാണ്, ഞാൻ പോയിക്കോളാന്ന്. പിന്നെ നാലാമത് വേറെ ഒരുത്തിനും കൂടെ ഓക്കെ എന്ന് പറയുന്നുണ്ട്, എർവിന്. സോ അങ്ങനെ ഇവർ 4 പേരും കൂടിയിട്ട് ആ ഒരു ഓയിൽ കപ്പലുണ്ടല്ലോ ഇതിനെ രക്ഷപ്പെടുത്താനായിട്ട് കടലിന്റെ ഉള്ളിലേക്ക് പോവാം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അതായത് ശരിക്കും മരിക്കാൻ പോകുന്നത് പോലെ തന്നെ. ഇതിങ്ങനെ പറയാൻ കാരണം അത്രയും ഡേഞ്ചറാണ്. തിരിച്ചു വരുന്ന കാര്യത്തിൽ ഒരു 5% ഉറപ്പ് പറയാൻ കഴിയില്ല. ഇത്രയും വലിയ തിരയുടെ ഇടയിലൂടെ ഒരു ചെറിയ ബോട്ട് വെച്ച് എങ്ങനെയാ പോവുക? മാത്രമല്ല ഇപ്പൊ കപ്പലിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ എഞ്ചിനൊക്കെ ഏകദേശം പണിയായിട്ടുണ്ട്, അതൊന്നും വർക്ക് ചെയ്യാത്ത, ഇവർ വിചാരിക്കുന്ന പോലെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സൈബോട്ടിനോട് പറയുന്നുണ്ട്. ആ സമയം തന്നെ കപ്പലിന്റെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ആള് ബൈനോക്കുലറിലൂടെ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗത്തെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഈ ഒരു എഞ്ചിന്റെ പവറിലും അങ്ങോട്ടേക്ക് ആ ഒരു കപ്പലിനെ കൊണ്ടുപോയെന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പണിക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പിള്ളേർ 4 പേരും, ബെർണി, അതുപോലെ റിച്ചാർഡ്, ആന്റി, എർവിന്, ഇവർ 4 പേരും കൂടെ ഒരു ചെറിയ ബോട്ടുമായിട്ട് ഇവിടുന്ന് പുറപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ ബെർണിക്ക് മാത്രമേ ആ ഒരു ആത്മവിശ്വാസം ഒരു 100% ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഇച്ചിരി ഒരു പേടി ഉള്ളിലുണ്ട് കേട്ടോ. അവർ ചോദിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന അതിർത്തി അത് താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ? അവിടെ ആ ഒരു തിരമാല, അതിന്റെ ആ ഒരു പൊക്കം, അതുപോലെ തന്നെ ആ ഒരു പവർ, അതിൽ നമ്മുടെ ഈ ഒരു ബോട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ ബെർണി ആത്മവിശ്വാസം പറയാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോടാ, നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇപ്പോൾ കരയിലുള്ള ഇവരുടെ ഓഫീസ് കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്? നമ്മുടെ മറിയം വരികയാണ്. കാരണം ഒരുപാട് തവണ ബെർണിയെ കിട്ടാൻ വേണ്ടി അവൾ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അത് റിങ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ബെർണി അവിടെ നിന്ന് പോയതും. അവനറിയാം വിളിക്കുന്നത് മറിയാണെന്ന്, പക്ഷേ കോൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും അവൻ ഇങ്ങനെ കോൾ എടുക്കാത്തതുകൊണ്ട് നമ്മുടെ മറിയ ഇങ്ങനെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ ഈ ബെർണിയുടെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയെ കാണാണ്. അവനോട് ബെർണി എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു തകർന്ന കപ്പലുണ്ടല്ലോ അതിലെ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് കടലിലേക്ക് പോയി എന്ന് പറയണം. മാത്രമല്ല അങ്ങോട്ടേക്ക് അവന് വിട്ടത്
പറയുന്നത് ഡാനിയൽ ക്ലഫ് ആണ്, അതായത് ക്യാപ്റ്റൻ ആണെന്ന് പറയണം. എനിക്ക് ക്യാപ്റ്റനെ കണ്ട് നേരിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ജോണി പറയണത് അതൊന്നും പറ്റില്ല, കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാര്യമാരൊന്നും ഇങ്ങോട്ട് വരാറില്ല. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, എന്റെ കൂടെ ഇങ്ങനെ ഇവിടെ നിൽക്ക്, ഓരോ കാര്യങ്ങളും എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഈ റേഡിയോയിലൂടെ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ അറിയാൻ പറ്റും. സോ ഓരോ കാര്യങ്ങളും അവർ ആ ഒരു റേഡിയോയിലൂടെ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു കപ്പലിന്റെ അവസ്ഥ വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരൊരു ഭാഗം കണ്ടെത്തിയല്ലോ, ആഴം കുറഞ്ഞ ഭാഗം, അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ഈ ഒരു കപ്പൽ പോകണമെന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാർ പറയുമ്പോൾ അതുപോലെ വേഗത കൂടുന്നുണ്ട്. ഇതേ സമയത്തിന് ശക്തമായ ഒരു തിരമാല വരികയാണ്, കപ്പലിനെ പിടിച്ചും കൂടെ കുലുക്കുന്നുണ്ട്. ഇവര് സെറ്റ് ചെയ്ത് വെച്ച പല ഭാഗങ്ങളും ഇതിലങ്ങ് തകർന്നു പോവാണ്. അതുപോലെ എഞ്ചിൻസ് ഒക്കെ ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്തിൽ വളരെ ശക്തമായിട്ട് ആ ഒരു എഞ്ചിനെ വർക്ക് ചെയ്യിപ്പിക്കൽ അത്ര നല്ലതല്ല എന്ന് സൈബോട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ കപ്പലിന്റെ വേഗത ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച ആ ഒരു സമയത്ത് ആഴം കുറഞ്ഞ കടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതും ഒരു സംശയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബെർണിയും അവന്റെ ആ ഒരു ടീമും കൂടെ ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്, എത്ര ദൂരം താണ്ടി എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു മെസ്സേജ്, റേഡിയോ മെസ്സേജ് ഇവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ജോൺ സ്റ്റെല്ലോ നമ്മുടെ മറിയത്തോട് പറയാണ്, ഒരിക്കലും ഈ ഒരു മിഷന് വേണ്ടിയിട്ട് അവർ 4 പേരെയും അങ്ങോട്ടേക്ക് പറഞ്ഞ് അയക്കാൻ പാടില്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയ അപകടമുണ്ട്, തിരിച്ചു വരുമോ എന്ന് തന്നെ സംശയമാണ്. ആ ഒരു ഡാനിയൽ ക്ലഫിനെ പറഞ്ഞാൽ മതിയല്ലോ, ഇയാൾ പറഞ്ഞയച്ചതാണ് അവരെ. ഇതേ സമയത്ത് തന്നെ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം മറിയത്തിനുണ്ടായിരുന്നു. അവള് പറയാണ്, തീർച്ചയായിട്ടും ബെർണി തിരിച്ചു വരും, നിങ്ങൾ നോക്കിക്കോ. എന്നാൽ അവളുടെ മുഖത്ത് ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതിനുശേഷം മറിയം നേരെ ചെല്ലുന്നത് ഈ ഡാനിയൽ ക്ലഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇയാളുടെ റേഡിയോയിലേക്കാണെങ്കിൽ ബെർണി കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഓരോ അപ്ഡേറ്റ് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഇവർ ഇത്ര ദൂരം പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നിങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ നമ്മുടെ മറിയം പറയാണ്, പ്ലീസ് ക്യാപ്റ്റൻ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവരൊന്ന് തിരിച്ചു വിളിക്കുക എന്ന്. ഇതൊന്നും കേൾക്കാതെ ഈ ഒരു ഡാനിയൽ ക്ലഫ് പറയാണ്, നിങ്ങൾ എന്തായാലും അവിടെ എത്തിയില്ലേ, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകും, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശം തന്നെ കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മറിയത്തിന് ദേഷ്യം പിടിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ. ഇപ്പൊ ചെറിയൊരു ദേഷ്യം വന്ന ഡാനിയൽ ക്ലഫ് അവളോട് ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നോക്കാതെ മറിയം വീണ്ടും വീണ്ടും ഇയാളോട് പറയാണ്, അതായത് ആ 4 പേരെയും കൊല്ലാനാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചത്, തിരിച്ചു വിളിക്കടോ അവരെ. ഇത് കേട്ടപ്പോൾ ഈ ഡാനിയൽ ക്ലഫിന് വല്ലാതെ ദേഷ്യം വരികയാണ്, പൊട്ടിത്തെറിയാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ആരും ഇല്ല ഇവിടെ ഇവരെ പുറത്താക്കാനായിട്ട്, ഇങ്ങോട്ടേക്ക് പെർമിഷൻ ആര് കൊടുത്തേ വരാന്. എന്തായാലും ഇത് കേട്ടപ്പോൾ മറിയത്തിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവള് നേരെ ഓഫീസിന്റെ പുറത്തേക്ക് വന്നിട്ട് അവളുടെ കാർ എടുത്തിട്ട് ഒരു കൺട്രോൾ ഇല്ലാതെ ഭയങ്കര ദേഷ്യത്തിൽ ഓടിച്ചുകൊണ്ടാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മഞ്ഞകട്ടയിൽ അവളുടെ ആ ഒരു കാർ ഇടിക്കുകയാണ്. കാർ അവിടെ സ്റ്റെക്കായി പോയി. അതുപോലെ തന്നെ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കപ്പലിനെ എങ്ങനെയെങ്കിലും ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇവർ. മാത്രമല്ല കപ്പലിന്റെ ഉള്ളിലെ പല ഭാഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകാതിരിക്കാനായിട്ട് ചങ്ങല വെച്ച് ഇതെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, കപ്പൽ 16 കഷ്ണമായിട്ട് പോകും. സോ പരമാവധി ആഴം കുറഞ്ഞ ആ ഒരു ഭാഗത്ത് എത്തുന്നത് വരെ ഇവർ ഈ ഒരു ചങ്ങലയെ ഹോൾഡ് ചെയ്തേ മതിയാവുള്ളൂ. ഇതേ സമയത്ത് തന്നെ ബാർണിയും ടീമിനെയും നോക്കുകയാണെങ്കിൽ അവര് ആ ഒരു പരിധി ഉണ്ടല്ലോ, ഒരു അതിർത്തി എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതും താണ്ടി ഇവർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്തേക്കാണ് ഇനി ഇവർ കടക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഉള്ളില് നെഞ്ചിങ്ങനെ പടപടാന്നിടിക്കുകയാണ് ആ ആന്റി എർവിൻ. ഇവർ രണ്ടുപേരും ആകെ പേടിച്ചിട്ട് അവർ ആ ഒരു പേടി മാറ്റാൻ വേണ്ടി ഓരോ പാട്ടുകൾ ഉറക്കാനെ പാടാൻ തുടങ്ങുകയാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. അതായത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങളിങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ ഒച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടി ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു പേടിയിൽ നിന്ന് ഒരു ഡൈവേഷൻ കിട്ടും. എന്തായാലും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ ഈ ഒരു ബാർണി ആ ഒരു തിരയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. ആ ഒരു തിരയുടെ അടുത്തേക്ക് അവരുടെ ആ ഒരു ബോട്ട് കൊണ്ടുപോകണം. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പൊക്കാണ് ഈ തിരമാലകൾക്ക്. ഇതിന്റെ മുകളിലൂടെ ഇവർ ഈ ഒരു ബോട്ടിനെ പറപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിലും താഴേക്ക് ഇറങ്ങിയ സമയത്ത് എഞ്ചിന് നിശ്ചലാക്കുകയാണ്. അതായത് അതിന്റെ താഴെയുള്ള ആ ഒരു പ്രൊപ്പല്ലറും കാര്യങ്ങളൊന്നും വർക്കാവുന്നില്ല. മാത്രമല്ല ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടക്ക് നോക്കി യന്ത്രം, അതായത് ദിശ കാട്ടുന്ന ആ യന്ത്രം, അത് ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. കപ്പലിങ്ങനെ ചെരിയല്ലേ, കപ്പലല്ല കേട്ടോ, ചെറിയ ബോട്ടാണ്. ഇതിങ്ങനെ ചെരിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ഇത് താഴേക്ക് വീണു. അതുപോലെ തന്നെ ബെർണി നോക്കുമ്പോൾ ദാണ്ടേ വരുന്നു അടുത്ത തിരമാല. ആ തിരയെങ്ങാനും ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇവരുടെ ഈ ഒരു ബോട്ടിനെ അടിക്കുകയാണെങ്കിൽ ഈ കാസർഗോഡ് നടി കിട്ടിയ കൊല്ലത്തെന്ന് പറയില്ലേ, അമ്മാതിരി തെറിക്കലായിരിക്കും ഈ ബോട്ട് തെറിക്കുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു പ്രൊപ്പല്ലർ ഒന്ന് ഓണാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആന്റി എർവിൻ, ഇവർ രണ്ടുപേരാണല്ലോ എഞ്ചിനീയേഴ്സ്, അവരോടൊന്ന് പറയാണ്. ആ തിരമാലയാണെങ്കിൽ അടുത്തോണ്ടേയിരിക്കുകയാണ്. ഈ ഒരു മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിങ്ങിൽ കാണാൻ പറ്റും കേട്ടോ. സോ ആ ഒരു തിരമാല എടുത്തെത്താനായപ്പോഴേക്കും അവരത് നന്നാക്കുന്നുണ്ട്. ബർണി പെട്ടെന്ന് തന്നെ ഈ തിരമാലയുടെ സൈഡിലൂടെ ബോട്ടിന് ഓടിച്ചു കൊണ്ടിട്ട് ഇതിനെ മറികടക്കുകയാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്ന് കരുതിയിട്ട് തിരമാല അതവിടെ തീരാൻ പോകുന്നുണ്ടോ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എഞ്ചിൻ ഓൺ ആയതുകൊണ്ട് തന്നെ സാഹസികമായിട്ട് തന്നെ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ ആ ഒരു കപ്പലിൽ നോക്കുകയാണെങ്കിൽ സൈബോട്ടും അവന്റെ ആൾക്കാരും എങ്ങനെയൊക്കെയോ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് ഈ ഒരു കപ്പലിനെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിഭാഗം ഈ ആഴം കുറഞ്ഞ ഭാഗം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ഈ മല പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല, അവിടെ ഇങ്ങനെ ടച്ചായി നിൽക്കുകയാണ്. അതിനർത്ഥം എന്താണ്, ഇനി കൂടുതലായിട്ട് ഈ ഒരു കപ്പല് വെള്ളത്തിലേക്ക് അങ്ങനെ താന്നു പോകില്ല, വെള്ളം ഇതിലേക്ക് കയറുമില്ല. പക്ഷെ വലിയ അപകടം വേറെയുണ്ട്. ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാല് വെള്ളം ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് പതിയെ ചെരിയും. പിന്നെ നോക്കേണ്ട ഒറ്റ പോക്കായിരിക്കും വെള്ളത്തിൽ. സോ ഇനി തീരെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിക്കണം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കരയിൽ നമ്മുടെ മറിയം അവളുടെ ആ ഒരു കാർ സ്റ്റെക്കായി നിൽക്കുകയാണല്ലോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അതിലൂടെ ഒരു കാർ പോവാണ്. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ വാ, വീട്ടിൽ വന്ന് നിൽക്കുക, അതുപോലെ തന്നെ എന്റെ സഹോദരൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു പറയണം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് നമ്മുടെ ബെർണിയും അവരുടെ ടീമിനെയും നോക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ഇപ്പോൾ
കോമ്പസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഏത് ദിശയിലേക്ക് പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്നാലും ഒരു ഏകദേശ ധാരണ വെച്ച് ബെർണി അങ്ങനെ ബോട്ടിന് മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു കപ്പൽ, അതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരുന്നു. വെള്ളം കയറരുത് എന്ന് നമ്മുടെ സൈബോട്ട് വാണിംഗ് കൊടുത്തിരുന്നല്ലോ. പക്ഷേ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെയോ വെള്ളം കപ്പലിന്റെ ഉള്ളിലേക്ക് പയ്യെ കയറി വരുന്നുണ്ട്. ഇതിനിടയിൽ ഓരോ ഭാഗത്തുള്ള ഇലക്ട്രിസിറ്റി നഷ്ടമാകാൻ തുടങ്ങുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു മരണഭയം വന്നുകൂടാൻ തുടങ്ങി. ഈ സമയത്ത് മറ്റേ കാർസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈബോട്ടിനോട് പറയുന്നുണ്ട്, എടാ നീ ഒറ്റാന്തടിയാണ്, നിനക്ക് ആരുമില്ല, ഭാര്യയില്ല, കുഞ്ഞുമില്ല, തന്തയില്ല, തള്ളയില്ല, അപ്പൊ നീ ചത്താലും നിനക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ അതുപോലെ അല്ലടോ, നമുക്കൊരു കുടുംബമുണ്ട്, പേടിയുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇപ്പൊ സൈബോട്ട് പറയണ, അപ്പൊ ഞാൻ എന്താടാ മനുഷ്യനല്ലേ, ഞാൻ എന്താ വല്ല കല്ലാണോ, എനിക്കും പേടിയുണ്ട്. ഇവിടെ സീൻ കട്ടെ അടുത്ത സീനിൽ ബാർണിയെ കാണിക്കുകയാണ്. അതായത് ബാർണി ഓരോ മൂവ്മെന്റും ഓരോ സ്ഥലത്തേക്ക് ഇവർ എത്തുമ്പോഴും അവരുടെ ആ ഓഫീസിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇങ്ങോട്ടേക്ക് ബാർണിക്ക് കേൾക്കാന്നല്ലാതെ ബാർണി പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് കേൾക്കുന്നില്ല. ശക്തമായ കാറ്റ്, തിരയുടെ ആ ഒരു ശബ്ദം എല്ലാം കൂടിയായിട്ടാണ്. അപ്പൊ ഒരു പരിധി വരെ ആയപ്പോ ഈ ഒരു റിച്ചാർഡ്, ആൻഡി, എർവിൻ ഇവരൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോമ്പസ് ഇല്ല, ദിശയില്ല, ഇനി മുന്നോട്ടേക്ക് പോകുന്നതിൽ അർത്ഥമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ബാർണി പറയാണ്, ഒരു സംഭവം ഇല്ലാതെ ഇവിടെ വരെ ഞാൻ എത്തിച്ചില്ലേ, ഇനിയും ഞാൻ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും, നമുക്ക് എന്തായാലും അവരെ രക്ഷപ്പെടുത്തണം, അവരങ്ങനെ വിട്ടുകളയാൻ നമുക്ക് പറ്റില്ലട്ടോ. മാത്രമല്ല ഈ ഒരു ബോട്ടിന്റെ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി ഇവർ പറയാണ്. കാരണം രാത്രിയാണ്, നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ ആ കപ്പലിൽ വെളിച്ചുണ്ടാവുമല്ലോ, ആ വെളിച്ചുള്ള ഭാഗത്തേക്ക് ഇവർക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ കരയിൽ മറിയത്തിന് നോക്കുകയാണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് അവൾക്ക് ലിഫ്റ്റ് കൊടുത്ത ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയാണ്. അവരുടെ ആ ഒരു സഹോദരൻ വരികയാണെങ്കിൽ നമ്മുടെ മറിയത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറിയം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റേഡിയോ ഓൺ ആക്കിയിട്ട് കടലിൽ പെട്ടുപോയവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആ ഒരു റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ മറ്റേ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, എന്റെ പെങ്കൊച്ച് വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കല്ലേ, ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു പറയുമ്പോൾ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇപ്പൊ മറിയം ചോദിക്കുകയാണ്. അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഇതാണ് എന്റെ ഹസ്ബൻഡ്, ഒരു കോസ്റ്റൽ ഗാർഡ് ആയിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരിച്ചുപോയി. രക്ഷപ്പെടുത്താനായിട്ട് ഒരു ടീം പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഇതേ സമയം തന്നെ ഈ സ്ത്രീയുടെ സഹോദരൻ ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് അവനോടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ മറിയത്തെയും കൂട്ടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതുപോലെ തന്നെ കടലിന്റെ നടയിൽ രണ്ടായിട്ട് പിളർന്ന ഒരു കപ്പലുണ്ടല്ലോ, അതിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടും അതിന്റെ ഉള്ളിൽ നഷ്ടമാകുകയാണ്. ഫുള്ള് ലൈറ്റ് ഓഫായി പോകുന്നുണ്ട്. ഇതുകൂടെ ആയപ്പോൾ എല്ലാ മനുഷ്യരും പേടിച്ച് വെറുക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറിയവുമായിട്ട് ആ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നില്ല, അവരുടെ ആ ഒരു സഹോദരനോട് ഹെൽപ്പ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ മറ്റാരും ആയിരുന്നില്ല, ആ ബാറിൽ വെച്ച് അന്ന് ബെർണിയിട്ട് ഓക്കിയില്ലേ നിക്സൺ, അയാൾ തന്നെയായിരുന്നു. ഇപ്പൊ നിക്സന് ഈ ഒരു മറിയത്തെ കണ്ടപാട് തന്നെ മനസ്സിലായി, ഇവൾ ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് പെങ്ങളോട് ചോദിച്ചപ്പോൾ അവള് പറയാണ്, ആരാണ്? നിക്സൺ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നിന്റെ കെട്ടിയവനന്ന് രക്ഷിക്കാൻ പോയില്ലേ ബെർണി, അവനെ കെട്ടാൻ പോകുന്നവളത്, അതിനെന്താ പ്രശ്നമെന്ന് ഇപ്പൊ ഈ ഒരു സ്ത്രീ അവന്റെ ഏട്ടനോട്, അതായത് ഈ നിക്സനോട് ചോദിക്കുകയാണ്. അന്ന് അവൻ പരമാവധി ശ്രമിച്ചതല്ലേ, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത് അവന്റെ കൊഴുപ്പാണോ? പക്ഷെ ഇപ്പൊ നീ ചെയ്തത് നിന്റെ ഭാഗത്താണ് തെറ്റ്. അതായത് ഇതുപോലെ കപ്പൽ കണ്ടു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇവരെ 4 പേരെയും കടലിന്റെ ഉള്ളിലേക്ക് അയച്ചത്. നീ കാരണമാണ് ആ 4 പേരും ഇനി അവിടെ കിടന്ന് മരിക്കാൻ പോകുന്നത്. കാര്യം നിക്സനോട് അവന്റെ ആ ഒരു സഹോദരി എന്ന് പറഞ്ഞപ്പോ അവൻ എന്തോ പോലെ ആയി പോവാണ്. മാത്രല്ല ഇപ്പൊ ബെർണി അവന്റെ ആ ഒരു ടീം ഇവരിങ്ങനെ കടലിലൂടെ ഒരു ദിശയുമില്ല, എവിടെയാണ് അവര് അറിയൂല്ല, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരയുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബോട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മച്ചമരെ കടലാണിത്, ഭൂമിയേക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു വിസ്തൃതിയാണ് ഈ കടൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് ഒരാൾ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? പിന്നെ ഇന്നത്തെ കാലഘട്ടമല്ല, ഏകദേശം ഒരു 10-70 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ ടെക്നോളജിയൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും അവസാനം നമ്മുടെ ബാർണി ഒരു സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് ഈ ബോട്ടിന്റെ ലൈറ്റ് ഓഫ് ആക്കിയിരുന്നില്ല, അതൊന്ന് കത്തിക്കാൻ വേണ്ടി പറയാണ്. ലൈറ്റ് ഇട്ട് നോക്കിയ സമയത്ത് അതാ കിടക്കുന്ന പാതി തകർന്നു പോയ ഇവര് തേടി വന്ന ആ ഒരു കപ്പൽ തന്നെ. പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ട് ഇവർ ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. ലൈറ്റ് വെച്ച് നന്നായിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ട്, ഒരാളെ പോലും കാണുന്നില്ല. അതേ സമയത്ത് തന്നെ റിച്ചാർഡ്, എർവിൻ ഇവരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വരാൻ ഒരിച്ചിരി വൈകിപ്പോയി എന്ന് തോന്നുന്നു. അങ്ങനെ എന്താ പറയാ, അകം അടുത്ത് ഇവർ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു ടോർച്ച് ലൈറ്റ് കാണുകയാണ്. അതായത് ഒരാൾ അതിന്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ട്. ഇപ്പൊ ബെർണിക്കും ടീമിനും ആശ്വാസമായി. മാത്രമല്ല ഇയാൾ പോയിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരും കേട്ടോ. അത്യാവശ്യം 10-25 ആൾക്കാരായിട്ട് ഉണ്ട് വന്നു. ഇത് കണ്ട സമയത്ത് നമ്മുടെ റിച്ചാർഡ് ചോദിക്കണം, അല്ല ബെർണി നമുക്ക് ഇതിൽ ഇത്രയും ആളെ കയറ്റാൻ പറ്റുമോ? ഒരു 10-12 പേരെയല്ലേ കയറ്റാൻ പറ്റുള്ളൂ. എടോ അതൊരു നിയമമല്ലേ, 12 പേരെ കയറ്റാൻ പാടുള്ളൂ എന്ന്. എത്രത്തോളം കയറ്റാൻ പറ്റും ഈ ഒരു ബോട്ടിന്, എത്ര കപ്പാസിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 10-24 ആൾക്കാരെ കയറ്റാൻ പറ്റും. പക്ഷെ നിയമം ഒന്ന് പോടാ അവിടുന്ന്, നിയമം അതൊന്നും നോക്കേണ്ട, പരമാവധി ആൾക്കാരെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കയറ്റാന്ന് തന്നെ ഇപ്പോൾ ബെർണി പറയാണ്. അങ്ങനെ പതിയെ കോണി താഴെ കെട്ട് അവർ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഇവരോട് സംസാരിക്കുമ്പോഴേക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ധൃതിയിൽ ഓരോരുത്തരായിട്ട് താഴേക്ക് വരുന്നുണ്ട്. ആദ്യം ഇറങ്ങിയ ആള് ഈ കോണിയിൽ നിന്നും തന്നെ താഴെ വീണ് വെള്ളത്തിലേക്ക് വീഴാണ്. വെള്ളത്തിലേക്കല്ല, ബോട്ടിൽ തട്ടിയിട്ട് പിന്നെ വെള്ളത്തിലേക്ക് വീഴാണ്. എങ്ങനെയൊക്കെ ഈ റിച്ചാർഡ്, എർവിനും കൂടെ ഇയാള് ബോട്ടിലേക്ക് കയറ്റുന്നുണ്ട്. ഇതിനുശേഷം ഓരോരുത്തരായിട്ട് പതിയെ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലേക്കും ചാടുന്നുണ്ട്. ഇവരെയാണെങ്കിൽ പരമാവധി ഇവര് ആ ഒരു ബോട്ടിലേക്ക് കയറ്റാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബെർണി ഉണ്ടല്ലോ, പരമാവധി ഈ ഒരു കപ്പലിനോട് ഈ ഒരു ബോട്ട് അടുപ്പിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു നിക്സൺ ഉണ്ടല്ലോ, നമ്മുടെ മറിയത്തിനെ ഹെൽപ്പ് ചെയ്തു. അവളുടെ ഒരു കാർ സ്റ്റാർട്ടാക്കി. അവള് പോകാൻ നേരത്ത് അവളോട് ക്ഷമ ചോദിക്കുകയാണ് നിക്സൺ. കാരണം അവൻ ഈ ഒരു അപകടത്തിലേക്ക് പോകാൻ കാരണം ഈ ഒരു നിക്സൺ ആണല്ലോ. ഇതേ സമയത്തിന് മറിയം പറയാണ്, അതിന് നിങ്ങൾ ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബെർണിയുടെ ജോലിയാണ് അവൻ ചെയ്യുന്നത്, അതിൽ യാതൊരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മറിയം അവിടുന്ന് പോവാണ്. മാത്രമല്ല നിക്സനോട് നന്ദിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലിൽ നിന്നും ഓരോരുത്തരായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ ഒരു ബോട്ട്
ബോട്ടിലേക്ക് കയറുന്നുണ്ടല്ലോ. പക്ഷെ ഒരു ഘട്ടത്തിൽ ഒരാൾ ഇറങ്ങിയ സമയത്ത് അപ്പുണ്ടായ ആ ഒരു തിരമാലയിൽ ഇയാൾ പെട്ടുപോവാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇയാൾ അപ്രതീക്ഷയായി പോവാണ്. വെള്ളത്തിന്റെ അടിയിലൊക്കെ എവിടെക്കോ ഈ ഒരു മനുഷ്യനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി. ഇതിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതിങ്ങനെ ഇറങ്ങാൻ പേടിയാവുന്നുണ്ട്. ഇതേ സമയത്തിന് റിച്ചാർഡ് ചോദിക്കുന്നുണ്ട്, ഒരു പരിധിയിൽ കൂടുതലായില്ലേ, ഇനി നമുക്ക് ഇവരെ കൊണ്ടേ വിട്ടിട്ട് തിരിച്ചു വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ബെർണി പറയണം, എടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ ഒരു കപ്പൽ മുങ്ങിപ്പോകും, ബാക്കിയുള്ളവരെ നമ്മൾ എന്താ ഇവിടെ വിട്ടിട്ട് വരാനോ കൊലക്ക് കൊടുക്കാനാണോ നീ പറയുന്നത്? എന്തായാലും ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവസാനം രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ള ആ ഒരു കാർസിയും അതുപോലെ തന്നെ സൈബോട്ടും. ഇപ്പൊ കാർസിയ സൈബോട്ടിനോട് പറയുന്നുണ്ട്, നീയാടാ ശരി, നീ പറഞ്ഞതാ ശരി, ഞാൻ കുറെയൊക്കെ മണ്ടത്തരങ്ങൾ കാട്ടി കൂട്ടിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ ഈ സൈബോട്ടിനോട് പറഞ്ഞിട്ട് കാർസി ഇറങ്ങാണ്. അതുപോലെ തന്നെ അവസാനം സൈബോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇത്രയും ആൾക്കാർ ആ ഒരു ചെറിയ ബോട്ടിലേക്ക് കയറി നിന്നിട്ടുണ്ട്. അധികം വൈകിയില്ല, ആ ഒരു കപ്പൽ പെട്ടെന്ന് തന്നെ മുങ്ങി പോവാണ്. കാരണം അത് മുങ്ങാതെ ഇത്രയും നേരം അതിനെ അവർ പിടിച്ചു വെച്ചത് തന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ ടീംസാണ്. സോ അവർ ഇറങ്ങിയതോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം ഉള്ളിലേക്ക് വന്നു. അപ്പൊ തന്നെ ആ ഒരു കപ്പൽ മുങ്ങി പോവുകയും ചെയ്തു. ഇപ്പൊ കരയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറിയം ആ ഒരു ഓഫീസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലീഡർ ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള ഡാനിയൽ ക്ലഫിന് നമ്മുടെ ഈ ഒരു ബെർണിയുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് കിട്ടി. അതായത് ആ കപ്പലിൽ പെട്ടുപോയ എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി, ഇനി കരയിലേക്ക് വരാൻ പോവാണ്. സോ വരാനായിട്ട് ഞങ്ങൾക്ക് ദിശ അറിയില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്നും കോമ്പസ് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ടായിരുന്ന പവർഫുൾ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കത്തിച്ചു വെക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ ഭാഗ്യം ഇവരുടെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. കറണ്ട് മുഴുവൻ ഒറ്റയടിക്ക് ഓഫായി പോവാണ്. ഇവിടെ എവിടെയും ഇലക്ട്രിസിറ്റിയിലേ ഇപ്പൊ ആ ഒരു ചെറിയ ബോട്ടിലുണ്ടായിരുന്ന ഈ സൈബോട്ട് ഉണ്ടല്ലോ, ബെർണിയോട് ചോദിക്കാണ്, അല്ല ഒരു ദിശയോ ഒന്നുമില്ലാതെ ഒരു സിഗ്നൽ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ ബെർണി പറയാണ്, എനിക്കറിയില്ല, ഒരു ഊഹം വെച്ച് ഞാൻ വന്നതാണ്. പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, ആരും പേടിക്കാതിരിക്കുക, തൽക്കാലം നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്റെ അടുത്തതാ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ കരയിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എല്ലാവരുടെയും കാർ എടുത്തുകൊണ്ട് നേരെ ബീച്ച് സൈഡിലേക്ക് പോവാണ്. കാരണം രക്ഷപ്പെട്ട് വരുന്നവരെ കാത്തോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ആരുണ്ട്, മറിയുണ്ട്. അവളിപ്പോ അവളുടെ ആ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ അത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും അതുപോലെ തന്നെ ആ ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ദിശ അറിയാതെ തീരത്തുനിന്ന് ഇതുപോലൊരു വെളിച്ചം കാര്യങ്ങളും വന്നാലല്ലേ ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കടലിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലാതെ എങ്ങോട്ടേക്ക് പോകണമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. സോ അവസാനം നമ്മുടെ ബെർണിയും ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയുടെ അവസാനത്തെ ആ ഒരു സമയം എത്തിയ സമയത്ത് ബെർണി ഒരു നേരിയ വെട്ടം കാണുന്നുണ്ട്. കരയിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഓരോ ലൈറ്റുകളായിട്ട് കത്തി തുടങ്ങുകയാണ്. ഫുള്ളായിട്ട് വെളിച്ചം കാണുന്നുണ്ട്. സോ ഇനി എന്ത് ചെയ്താൽ മതി, നേരെ അങ്ങോട്ടേക്ക് ഇവരുടെ ആ ഒരു ബോട്ട് ഓടിച്ചു കൊണ്ടുപോയത്. അതുപോലെ തന്നെ ബെർണിയും അവന്റെ ആ ഒരു ലൈറ്റ്, അതായത് ഈ ബോട്ടിന്റെ ലൈറ്റ് ഓൺ ആക്കുകയാണ്. ഈ കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ആര് കാണുന്നുണ്ട്, നമ്മുടെ മറിയും ബീച്ചിൽ നിൽക്കുന്ന എല്ലാവരും കാണുകയാണ്. അങ്ങനെ ഇവർ നോക്കി നിൽക്കെ നമ്മുടെ ബെർണി അതിസാഹസികമായിട്ട് തന്നെ ഇത്രയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ആരവങ്ങളോട് കൂടിയിട്ട് എല്ലാവരും സ്വീകരിക്കുകയാണ്. ഓരോരുത്തരുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഫാമിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവസാനം ഇപ്പൊ ആ ഒരു ബോട്ടിലുള്ളത് നമ്മുടെ ബെർണി മാത്രമാണ്. അവന്റെ അടുത്തേക്ക് മറി ഓടിച്ചെല്ലുകയാണ്. അവളെ കെട്ടിപ്പിടിക്കുകയാണ്, ഒരു ചുംബനം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ടുകൊണ്ട് ബീച്ചിലൂടെ നടക്കുകയാണ്, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സിനിമയുടെ അവസാനം ഒരു കാഴ്ച നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കടലും അതിന്റെ തീരത്തുള്ള എല്ലാ ലൈറ്റ് വിട്ട ആ ഒരു കാറുകളും ശരിക്കും കാണുമ്പോൾ സ്വർഗവും നരകവും അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. എന്തായാലും അവസാനം ഈ 4 പേരുണ്ടല്ലോ, അതായത് ബെർണിയുടെ കൂടെ പോയ ഒരു 3 പേരും നമ്മുടെ ബെർണിയും, ഇതൊന്നും ഒരു സാങ്കല്പിക കഥയല്ല, യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ് 1950 കാലഘട്ടത്തിൽ. മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിൽ നടന്നിട്ടുള്ള റെസ്ക്യൂ മിഷനിൽ തന്നെ ഏറ്റവും സാഹസികമായിട്ടുള്ള ഒരു മിഷനും കൂടിയായിരുന്നു ഇത്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.